Hello everyone, welcome to Nanan Academy. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി തയ്യാറാക്കിയിട്ടുള്ള 30 GK സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത് ഗാന്ധിജിയുടെ വാക്കുകളാണിത്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതില്ല എന്നുള്ളത് പറഞ്ഞത് ഗാന്ധിജി. രണ്ടാമത്തെ ചോദ്യം, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏത്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏത്? ഉത്തരം ചന്ദ്രയാൻ 3. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനം ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 ആണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം അമൃതം ആരോഗ്യം. അമൃത ആരോഗ്യം എന്നുള്ള പദ്ധതിയാണ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യം. നാലാമത്തെ ചോദ്യം, കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവദാന പദ്ധതി. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവദാന പദ്ധതി. ഉത്തരം മൃതസഞ്ജീവിനി. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവദാന പദ്ധതി മൃതസഞ്ജീവിനി. അഞ്ചാമത്തെ ചോദ്യം, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ്? അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിലെത്തുന്നത് ഏതിലൂടെയാണ്? ഉത്തരം മലിനജലത്തിലൂടെ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിലെത്തുന്നത് മലിനജലത്തിലൂടെയാണ്. ആറാമത്തെ ചോദ്യം, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഉത്തരം VP മേനോൻ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് VP മേനോൻ. ഏഴാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ നദി. കേരളത്തിലെ ഏറ്റവും വലിയ നദി. ഉത്തരം പെരിയാർ. എട്ടാമത്തെ ചോദ്യം, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? ഉത്തരം കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. ഒൻപതാമത്തെ ചോദ്യം, മന്ദരോഗം പരത്തുന്ന കൊതുക് ഏത്? മന്ദരോഗം പരത്തുന്ന കൊതുക്. ഉത്തരം ക്യൂലക്സ് കൊതുകുകൾ. മന്ദരോഗം പരത്തുന്ന കൊതുക് ഏതാണ്? ക്യൂലക്സ് കൊതുകുകളാണ് മന്ദരോഗം പരത്തുന്നത്. മന്ദരോഗം പരത്തുന്നത് ക്യൂലക്സ് കൊതുകുകൾ. പത്താമത്തെ ചോദ്യം, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഉത്തരം ഡോക്ടർ വി നാരായണൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. ISROയുടെ നിലവിലത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. പതിനൊന്നാമത്തെ ചോദ്യം, കൊച്ചി കായൽ എന്നറിയപ്പെടുന്ന കായൽ ഏത്? കൊച്ചി കായൽ എന്നറിയപ്പെടുന്ന
കായൽ ഏത്? ഉത്തരം വേമ്പനാട്ട് കായൽ. കൊച്ചി കായൽ എന്നറിയപ്പെടുന്ന കായൽ വേമ്പനാട്ട് കായൽ. 12ാമത്തെ ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? ഉത്തരം വയനാട്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം എന്നറിയപ്പെടുന്നത് വയനാട്. 13ാമത്തെ ചോദ്യം, ആര്യസമാജം സ്ഥാപിച്ചത്? ദയാനന്ദ സരസ്വതി. ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ്? ദയാനന്ദ സരസ്വതി. 14ാമത്തെ ചോദ്യം, ബ്രഹ്മസമാജം സ്ഥാപിച്ചത്? ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. മനോഹർ റോയ് എന്നാണ് ഇവിടെ ഇതിൽ. രാജാറാം മോഹൻ റോയ് ആണ് ആൻസർ. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. 15ാമത്തെ ചോദ്യം, 5 തിണൈകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 5 തിണൈകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം കടൽ തീരം. നെയ്തൽ എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? കടൽ തീരത്തെയാണ് നെയ്തൽ എന്ന് സൂചിപ്പിക്കുന്നത്. 5 തിണൈകളിൽ നെയ്തൽ എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? കടൽ തീരം. 16ാമത്തെ ചോദ്യം, കൈസർ-ഇ-ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് സർക്കാരിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം. കൈസർ-ഇ-ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് സർക്കാരിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം. ഉത്തരം ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചാണ് ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് പദവി ബ്രിട്ടീഷ് സർക്കാരിന് തിരികെ നൽകിയത്. 17ാമത്തെ ചോദ്യം, ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് BR അംബേദ്കർ. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ്? BR അംബേദ്കർ. 18ാമത്തെ ചോദ്യം, ഫസൽ അലി കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരെല്ലാം? ഫസൽ അലി കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരെല്ലാം? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ എന്ന് പറയുന്നത്. ഫസൽ അലി കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? ഉത്തരം HN കുൻസ്രു, സർദാർ KM പണിക്കർ. ഫസൽ അലി കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? HN കുൻസ്രു, സർദാർ KM പണിക്കർ. ഫസൽ അലി കമ്മീഷനിലെ മലയാളിയായ അംഗം സർദാർ KM പണിക്കർ ആയിരുന്നു. 19ാമത്തെ ചോദ്യം, കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം. ഉത്തരം 6. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം എത്രയാണ്? 6. 20ാമത്തെ ചോദ്യം, ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം? ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം? ഉത്തരം 5. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം? ഉത്തരം 5. 21ാമത്തെ ചോദ്യം, സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ് സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ. 22ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര. 23ാമത്തെ ചോദ്യം, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. 24ാമത്തെ ചോദ്യം, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാര്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് K. കേളപ്പൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാരാണ്? K. കേളപ്പൻ. 25ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി
ചേറ്റൂർ ശങ്കരൻ നായർ, സി ശങ്കരൻ നായർ എന്നൊക്കെ ഓപ്ഷനിലുണ്ടാവും. അപ്പോൾ അതാണ് ആൻസർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ. 26ാമത്തെ ചോദ്യം റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ: കറൻസി നോട്ട് ഇറക്കൽ, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. പണപ്രദാനത്തിൻ്റെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. ഗവൺമെൻറ്റിൻ്റെ ബാങ്കർ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. ദേശീയ തലത്തിലെ ഇടപാട് തീർക്കുന്നത് റിസർവ് ബാങ്കാണ്. ആപൽഘട്ടത്തിൽ വായ്പ നൽകുന്നത് റിസർവ് ബാങ്കാണ്. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നതും റിസർവ് ബാങ്കാണ്, RBI. ഇതൊക്കെയാണ് ധർമ്മങ്ങൾ. കറൻസി നോട്ട് ഇറക്കൽ, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. പണപ്രദാനത്തിൻ്റെ നിയന്ത്രകൻ, ഗവൺമെൻറ്റിൻ്റെ ബാങ്കർ എന്നറിയപ്പെടുന്നു. ദേശീയ തലത്തിലെ പണ ഇടപാട് തീർക്കുന്നത് റിസർവ് ബാങ്കാണ്. ആപൽഘട്ടത്തിൽ വായ്പ നൽകുന്നത്, വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നതും റിസർവ് ബാങ്കാണ്. ചോദ്യം വൈദ്യുത ഇസ്തിരിപ്പെട്ടിയുടെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വൈദ്യുത ഇസ്തിരിപ്പെട്ടിയുടെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം. വൈദ്യുത ഇസ്തിരിപ്പെട്ടിയുടെ ഹീറ്റിംഗ് കോയിൽ നിക്രോം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 28ാമത്തെ ചോദ്യം മംഗളവനം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? മംഗളവനം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? ഉത്തരം എറണാകുളം. മംഗളവനം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ് മംഗളവനം പക്ഷി സങ്കേതം. 29ാമത്തെ ചോദ്യം ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഉത്തരം ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. 30ാമത്തെ ചോദ്യം ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി ആരാണ്? ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി ഉത്തരം റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി റിപ്പൺ പ്രഭു.